വന്നു വന്ന് നിങ്ങൾക്ക് തീരെ സ്നേഹമില്ലാണ്ടായി തുടങ്ങിട്ടാ. മര്യാദയ്ക്ക് കമൻറ്റ് ഇടാൻ നോക്കിയേ. എന്നാൽ നമുക്ക് പുതിയ പാർട്ടിയിലേക്ക് പോവാം. കമൻറ്റ് ഇടുമല്ലോ അല്ലേ? എന്താ കാർത്തികേയ, മുഖത്ത് വല്ലാത്ത ക്ഷീണാണല്ലോ, കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു. വൈഫിൻ്റെ ഡെലിവറി ഡേറ്റ് അടുത്തില്ലേ, അതിൻ്റെ ടെൻഷനാണ് ആൾക്ക്, ഒരു ലേഡി സ്റ്റാഫ് പറഞ്ഞു. ആണോടോ, അയാൾ ചോദിച്ചു. നീലൻ ഒരു പുഞ്ചിരിയോടെ പാത്രം തുറന്ന് ചോറിൽ കൈ വെച്ചതും ഫോൺ റിങ് ചെയ്തു. മറുഭാഗത്തു നിന്നുള്ള വാർത്ത കേട്ട് അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. തുറന്നു വെച്ച പാത്രം പോലും അടയ്ക്കാതെ വണ്ടിയുടെ കീ എടുത്ത് പുറത്തേക്ക് ഒരു ഓട്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ അവൻ മറ്റേതോ ലോകത്തിൽ എന്ന പോലെയാണ് വണ്ടി ഓടിച്ചതുപോലും. വണ്ടി പാർക്ക് ചെയ്ത് ലേബർ റൂമിലേക്ക് ഓടുമ്പോൾ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആരെയൊക്കെയോ ഓടുന്ന വഴിക്ക് തട്ടുന്നുണ്ട്. ലേബർ റൂമിന് മുന്നിലെത്തിയതും പുറത്ത് അരുണും അച്ഛനും അമ്മയും ഉണ്ട്. ലേബർ പെയിൻ തുടങ്ങിയതും ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നു, അരമണിക്കൂറായി അകത്തേക്ക് കയറ്റിയിട്ട്, അരുൺ പറഞ്ഞതും നീലൻ ചെയറിലേക്കായി ഇരുന്നു. എടാ, അവൾ ഒരുപാട് കരഞ്ഞ? തൻ്റെ അരികിലിരിക്കുന്ന അരുണിനോടായി നീലൻ തല ചെരിച്ച് ചോദിച്ചു. അവള് നിനക്കറിയണല്ലേ, ചെറിയ വേദന പോലും അടുത്ത് കൂടെ പോയ അപ്പം തുടങ്ങും കരച്ചില്. അത്യാവശ്യം വേദന സഹിക്കുന്ന ആരതിയുടെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടതല്ലേ, അപ്പം പിന്നെ അപ്പുവിൻ്റെ കാര്യം പറയണ? അരുണിൻ്റെ വാക്കുകൾ അവൻ്റെ പേടിയുടെ ആക്കം കൂട്ടിയിരുന്നു. എടാ, എനിക്ക് അവളൊന്ന് കാണണം, മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുക. കണ്ണു നിറച്ച് പറയുന്ന നീലനെ കണ്ട് അരുണിന് പാവം തോന്നിപ്പോയി. നീ ഇങ്ങനെ പേടിക്കാതെ, എല്ലാ അമ്മമാരും വേദന സഹിച്ചതല്ലേ, നീ ധൈര്യമായിട്ടിരിക്കേ. നീലൻ്റെ മനസ്സിലേക്ക് തൻ്റെ അമ്മയുടെ ചിത്രം വന്നു. താൻ ഈ ലോകത്തിലേക്ക് വന്നതും അമ്മ ഈ ലോകം വിട്ടുപോയതും ഒരുമിച്ചാണ്. ഞാൻ അവളെ കാണും. അത് പറഞ്ഞ നീലൻ ചെയറിൽ നിന്ന് എണീറ്റതും നേഴ്സ് പുറത്തേക്ക് വന്നതും ഒരുമിച്ചാണ്. കാർത്തികേയന് ഡോക്ടർ വിളിക്കുന്നുണ്ട്. അത് കേൾക്കേണ്ട താമസം അവൻ വേഗത്തിൽ അകത്തേക്ക് നടന്നു. നീല, അവനെ കണ്ടതും അപ്പു വേദന കടിച്ചു പിടിച്ച് വിളിച്ചു. കുഞ്ഞെ. അവളുടെ നെറ്റിയിൽ തലോടി നെറുകയിൽ ഉമ്മ വെച്ചു. ഒന്നുമില്ലടാ, പറയുന്നതിനൊപ്പം തന്നെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഞാൻ ആ പൂർണ്ണയ്ക്ക് ഒരു ധൈര്യത്തിനാണ് തന്നെ വിളിച്ചത്, ഇപ്പൊ താനും കൂടെ കരയാണോ? ഡോക്ടർ പുഞ്ചിരിയോടെ ചോദിച്ചു. ഡോക്ടർ, ഇവൾക്ക് അത്രയ്ക്കും പെയിനാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്തൂടെ? സിസേറിയൻ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, നോർമലാണ് ബെറ്റർ, കുറച്ചു നേരം കൂടെ പെയിൻ സഹിച്ചാൽ മതി, ഡോക്ടർ അവനെ സമാധാനിപ്പിച്ചു. അപ്പു നീലൻ്റെ കയ്യിൽ അമർത്തി പിടിച്ച് ഉറക്കിയാലറിയതും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ഉയർന്നു ഒരുമിച്ചാണ്. ഡോക്ടർ, ഇവൾ, അവൻ ടെൻഷനോടെ ചോദിച്ചു. പേടിക്കണ്ട, മയക്കത്തില, കുറച്ചു കഴിഞ്ഞാൽ കണ്ണു തുറക്കും, അവൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ട് ഡോക്ടർ പറഞ്ഞു. പെൺകുഞ്ഞാട്ടോ, ചോരക്കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ച് നേഴ്സ് പറഞ്ഞു. കാർത്തി പുറത്തു നിന്നോളൂ, കുഞ്ഞിനെ കുറച്ചു കഴിഞ്ഞ് കാണിച്ചു തരാം. അവൻ ഒന്നും കൂടെ മയങ്ങി കിടക്കുന്ന അപ്പുവിനെ നോക്കി പുറത്തേക്ക് നടന്നു. പെൺകുഞ്ഞ, നീലം പറഞ്ഞത് അച്ഛൻ്റെ അമ്മയുടെയും മുഖം വിടർന്നു. അരുൺ അവനെ കെട്ടിപ്പിടിച്ചു. കുറച്ചു കഴിഞ്ഞ് നേഴ്സ് കുഞ്ഞുമായി പുറത്തേക്ക് വന്നു. നീലൻ വളരെ ശ്രദ്ധയോടെ കുഞ്ഞിനെ വാങ്ങി. തൻ്റെ രക്തത്തിൽ പറഞ്ഞ തൻ്റെ കുഞ്ഞ്. അവൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അവൻ കുഞ്ഞിൻ്റെ നെറ്റിയിലായി പതിയെ ഒന്ന് ഉമ്മ വെച്ചു. കുറച്ച് മണിക്കൂർ കഴിഞ്ഞതും അപ്പുവിനെ റൂമിലേക്ക് മാറ്റിയിരുന്നു. നീലൻ ബെഡിൽ കിടക്കുന്ന അപ്പുവിനെയും കൂടെ കിടക്കുന്ന കുഞ്ഞിനെയും കണ്ണിമ ചുമ്മാതെ നോക്കിയിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് രാത്രിയിലേക്കുള്ള ഭക്ഷണം എടുത്തിട്ട് വരാം, വരുന്ന വഴി ആരതിയെയും കുഞ്ഞിനെയും അവളുടെ വീട്ടിലാക്കണം. അത് പറഞ്ഞ് അച്ഛനും അമ്മയും ഇറങ്ങി. ഞാൻ ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിയിട്ട് വരാം. അത് പറഞ്ഞ് അരുണും പുറത്തേക്ക് പോയി. നീലൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിൽ അപ്പുവിന്റെ എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. അവളുടെ നെറുകയിൽ മുത്തമിട്ട് പറഞ്ഞതും ഒരു നിറഞ്ഞ പുഞ്ചിരി മാത്രമായിരുന്നു അവളുടെ മറുപടി. അച്ഛയുടെ കുഞ്ഞി പെണ്ണേ, അവൻ കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ച് വിളിച്ചു. അച്ഛയുടെ പൊന്ന് പാല് കൊച്ചിട്ട് കിടക്കണോട്ടോ. അവൻ കുഞ്ഞിനെ കളിപ്പിക്കാൻ നോക്കി അപ്പു കിടന്നു. അടുത്ത പാർട്ടായിട്ട് നാളെ വരാവേ. ബൈ.